അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്ത് എത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ ദൈവവേദനെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാ നീക്കുക. ആമേൻ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മൾ വിശ്വാസ ജീവിതം എന്നും പറഞ്ഞ് ലീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും, അതിന് ഒന്നുകിൽ പ്രാർത്ഥനാ ജീവിതമായിരിക്കും, അത് അല്ലെങ്കിൽ അനുഷ്ഠാന ജീവിതമായിരിക്കും. അപ്പോൾ വിശ്വാസ ജീവിതം ഇതൊന്നുമല്ല, ലോകത്തിൻ്റെ മേലുള്ള ഒരു വ്യക്തിയുടെ ദൈവസ്വഭാവത്തേക്കുള്ള വളർച്ചയാണ്, ലോകത്തിൻ്റെ മേലുള്ള വിജയമാണ് നമ്മൾ ഇന്നലെ കണ്ടു. ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ 1000 കൊല്ലങ്ങളായിട്ട് സഭ എപ്പോഴും ഓരോരോ കാലത്ത് ദൈവത്തോട് അടുക്കുന്നതിന് ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും, ദൈവത്തോട് എങ്ങനെയാണ് മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുക. അത് എക്കാലത്തെയും ദൈവശാസ്ത്രമൊക്കെ വന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ആധ്യാത്മികമായ മിഷണറീസ് വന്നതും അങ്ങനെയാണ്. ചില ഒരു പറ്റം ആൾക്കാർ ദൈവത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും അവരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയും എന്നിട്ട് ഈ മോസസിനെ പോലെ ആ ദൈവത്തെ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ കൊടുക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യരോട് ദൈവത്തെ തന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് കാലത്തിനൊപ്പം വെളിപ്പെടുത്തും. ഇപ്പം കാലത്തിനൊപ്പം വെളിപ്പെടുത്തുമ്പോഴും അതിനൊക്കെ ബേസ്മെൻ്റ് എപ്പോഴും നമുക്ക് ക്രിസ്ത്യൻസിനാണെങ്കിൽ ബേസ്മെൻറ്റ് 2 ബേസ്മെൻറ്റ് നമുക്കുണ്ട്. നമ്മുടെ 2 കാലും, ഒരു കാല് ചവിട്ടം നിൽക്കുന്നത് സ്ക്രിപ്ചറയിലും ഒരു കാല് ചവിട്ടം നിൽക്കുന്നത് പാരമ്പര്യത്തിലുമാണ്. രണ്ട് കാലം നമ്മൾ ചവിട്ടി, അതായത് ഒരേ സമയം തന്നെ എഴുതപ്പെട്ട ബൈബിളും എഴുതപ്പെടാത്ത ബൈബിളും എല്ലാം ബൈബിളാണ്. പാരമ്പര്യം എന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പം ഈ എഴുതപ്പെടാത്ത ബൈബിള് ആണ് നമുക്ക് വിശിഷ്ട പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിക്കണം. അതിങ്ങനെ പകർച്ച അപ്പോസ്തലിക സഭയ്ക്ക് മാത്രമേ അതുള്ളൂ. കാര്യം അപ്പോസ്തലന്മാർ പകർന്നു കിട്ടിയതാണ്. ഈ നമ്മുടെ നൊവേനയൊക്കെ ഇല്ലേ, നൊവേന, അപ്പോൾ നമ്മളോർക്കും അത് ഇടക്കാലം കൊണ്ടുണ്ടായതാണെന്നൊക്കെ പറയില്ലേ. എന്നൊക്കെ പറഞ്ഞ് നൊവേനയെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ അറിയാതെയൊക്കെ നൊവേനയ്ക്കെതിരെയൊക്കെ എന്തെങ്കിലും പറയും. പക്ഷെ നമുക്കൊരു എളിമയോടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നൊവേനയാണ് ആദ്യം ഉണ്ടായിരുന്നത്. 9 ദിവസം ഇല്ലേ അവർ അമ്മയും അപ്പോസ്തലന്മാരും കൂടി നൊവേന വെച്ചാൽ 9 എന്നല്ല അർത്ഥം. 9 ദിവസം അവർ പ്രാർത്ഥിച്ചില്ലേ. നടപടി പുസ്തകം 1:14. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ആ 9 ദിവസം അവർ പ്രത്യേക പർപ്പസിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അമ്മയും അപ്പോസ്തലന്മാരോട് പ്രാർത്ഥിച്ചു. അതാണ് നൊവേനയുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഒരു മിഡിൽ ഏജസൊക്കെ എപ്പോഴും AD 1200 കാലഘട്ടങ്ങളൊക്കെ ഒരു മിഡിൽ ഏജസ്, മധ്യകാലം. അപ്പോൾ ഡൊമിനിക്കൻസും പിന്നീട് ഈ മോഡേൺ കാലം വന്നപ്പോൾ ജസ്യൂട്ടുകളും അവർ മാതാവിൻ്റെ അപ്പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപ്പാരിഷൻ സംഭവിച്ചില്ലേ സഭയിൽ. ഇപ്പോൾ ലൂർദ് ഫാത്തിമയ്ക്ക് മുമ്പ് തന്നെ എത്രയോ അപ്പാരിഷൻസ് ഉണ്ട്. ആദ്യത്തെ അപ്പാരിഷൻ യാക്കോബ്സിലേക്ക് നൽകിയതാണ്. ആദ്യത്തെ അപ്പാരിഷൻ അത് AD 120 മറ്റേ ഉള്ളതാണ്. അപ്പോൾ മരീൻ അപ്പാരിഷൻസ് സഭക്ക് അപ്പാരിഷൻ മനസ്സിലായി. അപ്പാരിഷനിലൂടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ സഭയിൽ സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ പ്രത്യക്ഷീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഡൊമിനിക്കൻ അച്ഛന്മാരും ജസ്യൂട്ട് അച്ഛന്മാരും നൊവേനകൾ രൂപപ്പെടുത്തിയെടുത്തത്. അപ്പം ആ ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ പക്ഷെ നൊവേനയ്ക്ക് അപ്പോൾ 2000 കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും പിന്നെ ഒരു പ്രെയർ ഫോം എന്ന രീതിയിൽ ഒരു 10, 700, 800 കൊല്ലത്തെ പാരമ്പര്യമാണ് നൊവേനയ്ക്കൊക്കെ ഉള്ളത്. പിന്നീട് 12-ാം നൂറ്റാണ്ടിൽ തന്നെ വന്നപ്പോൾ തന്നെ 16 നൂറ്റാണ്ടൊക്കെ വന്നപ്പോൾ ജപമാല വന്നത്. അപ്പോൾ ജപമാല പിന്നെ വ്യാപകമായ രീതിയിൽ പ്രചരിച്ചു. പിന്നെ ജപമാലയുടെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പം കേരള സഭയിലാണെങ്കിൽ 1663
1653 കൂനംകുരിശ് സത്യത്തിന് ശേഷം പിന്നീട് ഈ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ സഹോദരങ്ങളെ പുനരയിക്കപ്പെടാൻ സെബസ്ത്യാൻ പാതിരി വരുന്നുണ്ട്. സെബസ്ത്യാൻ പാതിരി ഇറ്റാലിയൻ മിഷണറിയാണ്. പക്ഷെ അപ്പോൾ ഡച്ചുകാർ വരികയും അദ്ദേഹത്തിന് എമർജൻസി ആയിട്ട് പോവുകയും ചെയ്യേണ്ടി വന്നു. പക്ഷെ അപ്പോഴേ സെബസ്ത്യാൻ പാതിരി ഇവിടെ വന്നിട്ട് ഈ ഒരു കാർമലൈസ് വിക്കാരിയത്ത് റോം അദ്ദേഹത്തിന് പ്രൊപ്പഗാന്ത മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്ഥാപിച്ചു. ഇവിടുത്തെ സഭകളെല്ലാം റോമിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഭകളും വരാപ്പുഴ വികാരിയാത്തിൻ്റെ ഭാഗമായി വന്നു. പിന്നെ നമ്മളെ നയിച്ചതും ഭരിച്ചതും എല്ലാം കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയാണ്. ഇപ്പം ഞങ്ങൾക്കിവിടെ ആലപ്പുഴ കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി ഇവിടെ പ്രബലമാകുന്നതിന് മുമ്പ് തന്നെ ജെസ്യൂട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ ഫോം ചെയ്ത് വന്നത്, അർത്ഥങ്ങൾ ബേസ് ചെയ്ത്. അപ്പം അത് ഡച്ചുകാരുടെ കാലമാകുമ്പോഴാണ് അവർ തിരിച്ച് പോകേണ്ടി വരണത്. പിന്നീട് നമുക്ക് കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി വരണത്. കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയിലൂടെയാണ് നമുക്ക് സ്കാപ്പുലറും ബന്ധിഞ്ഞ ആ ജപമാല മാതൃഭക്തി ശരിക്കും കേരള സഭയുടെ അടിസ്ഥാന ഘടകമാകണം. അങ്ങനെയാണ് അത് സീറോ മലബാർ ആർക്കി എപ്പാർക്കിയൊക്കെ തുടങ്ങുന്നില്ലേ, തുടങ്ങുന്നത് 923. ആ ഒരു കാലഘട്ടം വരെ സഭയിൽ ആകമാനം കാർമലൈറ്റ് സ്പിരിച്വാലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യണത്. അതിനകത്ത് ബ്രീവരി ഉണ്ടാവും, കാരുണ്യ നമസ്കാരം ഉണ്ടാവും, അതുപോലെ തന്നെ ജപമാല ഉണ്ടാവും. പിന്നെ ഇറ്റാലിയനിൽ രൂപപ്പെട്ട് വന്നാണ് 40 മണി ആരാധന. 1829 മുതൽ ചാവറച്ചൻ്റെ 1870-75 വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം 40 മണി ആരാധനക്ക് ഭയങ്കരമായ ഒരു അനുഭവങ്ങൾ കേരള സഭയിലുണ്ടായി. അപ്പോൾ ഈ 40 മണി ആരാധന, ജപമാല, നൊവേന, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറയണില്ലേ. അതിനുശേഷം പിന്നീട് നമുക്ക് കാണുന്നത് കരിസ്മാറ്റിക് നവീകരണം. അവർ 75 രൂപ വന്നതാണ്. 75 രൂപ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ 2015 ഏറെക്കുറെ 2015. ഇപ്പോഴും കരിസ്മാറ്റിക് നവീകരണം നടക്കുന്നുണ്ട്. കേരളത്തിൽ കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രങ്ങളുണ്ട്. കൃപാസനം കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രം അല്ല, അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്. അത് 2016 ആദ്യം കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രം ആയിരുന്നെങ്കിലും 2016 അത് മരിയൻ അപ്പാരിഷനോടുകൂടി അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോഴും കേരളത്തിൽ പ്രഖ്യാപിതമായ ധ്യാനകേന്ദ്രങ്ങൾ കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രമാണ്. അപ്പോൾ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, വിശ്വാസ ജീവിതം കാലഘട്ടങ്ങളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്നതും ഇതിനിടയ്ക്ക് ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലത്ത് കർണക്കൊന്ത, സിസ്റ്റർ ഫൗസ്റ്റീനയുടെ കർണക്കൊന്ത ഡെവലപ്പ് ചെയ്ത് വന്നു. ഇപ്പം കർണക്കൊന്ത വരുമ്പോഴുന്ന വിഷയം അതും ഇതുപോലെ റിസൈറ്റിംഗ് ആണ്. ജപമാലയും റിസൈറ്റിംഗ് ആണ്, പ്രാർത്ഥിക്കണമാണ്. നമ്മൾ നാക്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതിൻ്റെ ഈ ഫെയ്ത്തിൻ്റെ മെക്കാനിസം നടക്കണതെല്ലാം പ്രാർത്ഥന എന്നിട്ടുള്ള ഒരു മെക്കാനിസത്തിലാണ് അത് വർക്കൗട്ട് ചെയ്യണത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ഘടകമാണത്. വിശ്വമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയ മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് വിനീഷ സേവ്യ. ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. ഞാൻ ഒരു പോർട്ടുകൊല്ലം ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരി 14 ആ ഉടമ്പടി എടുക്കാനുള്ള എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു. ഞാൻ അന്ന് ഉടമ്പടി എടുക്കുന്ന അന്നത്തെ ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞത്, അടുത്ത വർഷം 2026 ഫെബ്രുവരി മാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വന്ന് സാക്ഷ്യം രേഖപ്പെടുത്തുമെന്ന് ഞാൻ മാതാവിൻ്റെ അടുക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർഷം എനിക്ക് എന്ത് ചെയ്യുമെന്നറിയില്ല. ഈ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടണം. അത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും മാതാവിനോട് പറയായിരുന്നു, മാതാവേ എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ എല്ലാവരെ പോലെയും 10ാം ക്ലാസ് പാസ്സായി, +2 ഡിഗ്രി എടുത്തു, മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുന്നിൽ ഇനി ഒന്നും അറിയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ റാങ്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്, പക്ഷേ എനിക്ക് ജോലിയില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് എല്ലാ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷേ ജോലിയില്ല. ഇപ്പം നാട്ടുകാരൊക്കെ ചോദിക്കുകയാണ്, എന്താണ് ക്ലാസ് കഴിഞ്ഞില്ലേ, പഠിത്തം കഴിഞ്ഞില്ലേ, ജോലിയൊന്നും ആയില്ലേ, കല്യാണം ആയില്ലേ, ചുമ്മാ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഞാൻ മാതാവിനോട് പറയണം, മാതാവേ ഞാൻ ഇത്രയും തോൽവിയാണോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാതാവേ എന്നിട്ട് ഞാൻ മാതാവിനോട് ചോദിക്കുകയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ആൻമരിയ വിൻസെൻ്റ് അവളാണ്. അപ്പോൾ അവളുടെ ഒരു സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ആദ്യമായിട്ട്. അവളുടെ ഒരു എക്സാം അവൾ ക്വാളിഫൈ ആയി, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൽ അങ്ങനെ കുഞ്ഞുനാൾ തൊട്ടേ മാതാവിനെ ഇഷ്ടമാണ്, പ്രാർത്ഥിക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും മാതാവിനോട് ഇങ്ങനെ അടുത്ത് പ്രാർത്ഥിക്കാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്ര വലിയ ദൈവഭക്തിയുള്ളൊരു കൂട്ടത്തിലും അല്ല ഞാൻ അത്ര വലിയ പ്രാർത്ഥിക്കത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 MSc ഞാൻ പാസ് ഔട്ട് ആവുകയാണ്. നീണ്ട 1.5 വർഷത്തിന് കാത്തിരിപ്പാണ്. ഞാൻ ഇരിക്കുകയാണ്, മീൻസ് ഞാനൊന്നും പഠിക്കുന്നില്ല. മാസ്റ്റേഴ്സ് കഴിഞ്ഞു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് മുന്നിൽ ഒന്നുമില്ല. 2 ഓപ്ഷനാണുള്ളത്, ഒന്ന് BEd എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ PhDക്ക് പോവാം. എനിക്ക് BEd എടുക്കാൻ താല്പര്യമില്ല, ഞാൻ PhD നേടണം, എനിക്ക് PhD എടുക്കണമെന്ന്. എനിക്ക് ഒരു MSc പഠിച്ചപ്പോൾ എനിക്ക് പ്രോജക്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് റിസർച്ച് ഓറിയൻറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ PhD ചെയ്യണം തീരുമാനിച്ചു. 2024 ജൂലൈ മാസം മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ജൂലൈ 15-ാം തീയതി കംപ്ലീറ്റ് ചെയ്യുന്നു. ജൂലൈ 20-ാം തീയതി ഞാൻ CSIR നെറ്റ് കോച്ചിങ്ങിന് പോകുന്നു. ഈ PhDനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയായിരിക്കും, മറ്റേ എക്സാംസ്, നാഷണൽ ലെവൽസ് എക്സാംസ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോച്ചിങ്ങിന് പോയി. തിരുവല്ലയിലായിരുന്നു കോച്ചിങ്ങിന് പോയിണ്ടായിരുന്നു. നീണ്ട 6 മാസത്തെ കോച്ചിങ്. എന്ന് വെച്ചാൽ വീട്ടിൽ ഹോം സിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കോൺസെൻട്രേഷൻ ഒട്ടും കിട്ടുന്നില്ല. ഞാൻ ഉറങ്ങുന്നില്ല. വെളുപ്പിന് 3 മണിക്കാണ് ഉറക്കം, ഫുഡൊന്നും ശരിയാവുന്നില്ല, പഠിക്കുന്നത് തലയിൽ കയറുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ എഴുതുന്ന ഒരു എക്സാംസ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇനി എന്തൊക്കെ പാടുപെട്ടിട്ടും എന്തൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്ക് എഡ്ജിൽ വരെ പോകും, പക്ഷേ ഞാൻ ക്വാളിഫൈ ചെയ്യത്തില്ല. ഞാൻ മാധവനോട് പറയണേ, എന്താ മാധവൻ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് എന്താ ഒന്നും ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം ഒന്നും നോക്കിയില്ല, ഞാൻ നേരെ വന്ന് ഉടമ്പടി എടുത്തു. എന്ന് വെച്ചാൽ ഞാൻ യാതൊരു ഒരുക്കവും ഇല്ലായിരുന്നു. ഞാൻ കുമ്പസാരിച്ചിട്ടില്ല, എന്താണ് മെൻ്റലി ഫിസിക്കലി ഞാൻ റെഡി ആയിട്ടില്ല. എന്താണ് ഉടമ്പടി എന്ന് എനിക്ക് ഒരു ധാരണയില്ല. കൂടുതൽ ഫ്രണ്ട്സ് പറയുന്നു, അമ്മ പറയുന്നു, അച്ഛൻ പറയുന്നു ഉടമ്പടി എടുക്ക്, ഇത് മാത്രം പറയുന്നു. അപ്പം മറ്റുള്ളവരുടെ പ്രേരണയിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഞാൻ നേരെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്യുന്നത്. ഉടമ്പടി എടുക്കുന്നു, വീട്ടിൽ പോന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അടുത്ത വർഷം ഫെബ്രുവരി മാസം ഞാൻ സാക്ഷ്യം പറയും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷെ വേറെ ഒരു വിശ്വാസം എനിക്കില്ല. എനിക്ക് എൻ്റെ ഭൗതിക നേട്ടങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, അത് മാത്രമായിരുന്നു എൻ്റെ നിയോഗം. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗം വെച്ചത് വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വിശ്വാസം കൂടണമെന്നോ അമ്മയോട് അടുക്കണമെന്നോ ഞാൻ ഒന്നും ആഗ്രഹിച്ചില്ല. ഞാൻ ഫസ്റ്റ് വന്നു, നിയോഗം വെച്ചു, എനിക്ക് PhD ചെയ്യണം, എനിക്ക് PhD ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ അത് മാത്രമാണ് ആദ്യത്തെ എൻ്റെ നിയോഗമായിട്ട് വെച്ചത്. അങ്ങനെ ഞാൻ പോയി. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈശോ മാതാവി ഞാൻ ചെയ്ത് തെറ്റായി പോയോ, കുറച്ചുകൂടെ ഒരുങ്ങി എടുക്കണമായിരുന്നോ, കുമ്പസരിച്ച് കുറച്ചുകൂടെ ഒരുങ്ങി എടുക്കണമായിരുന്നോ, എനിക്കിങ്ങ് ഭയങ്കര റിഗ്രറ്റായി പോയി. ഞാൻ അപ്പം മാതാവിനോട് പ്രാർത്ഥിക്കുക. പിന്നീടാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, മാതാവി എനിക്ക് വിശ്വാസം താ, എന്നെ നിന്നിലോട്ട് അടുപ്പിക്ക്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു മനസ്സ് നീ എനിക്ക് താ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് ആദ്യത്തെ 3 മാസം, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഈ ഒരു മന്ത് ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാതാവിനോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ മാർച്ച് മാസത്തിലാണ് ആ എക്സാം വരുന്നത്. ഞാൻ ഫെബ്രുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു, എനിക്ക് മാർച്ച് മാസം എക്സാമോടെ എനിക്കിത് പാസ്സാവണം, ഇത് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം മാർച്ച് മാസം എക്സാം എഴുതി, അതിനുശേഷം റിസൾട്ട് വന്നു, ഞാൻ അതിന് പാസ്സായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ മാതാവേ എന്താ എൻ്റെ കൈവിട്ടത്, എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റിയില്ലല്ലോ. ഞാൻ മാതാവിനോട് പറഞ്ഞത് CSIR എന്ന് പറയുന്ന എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്ത് തരണം എന്ന് മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് മറ്റേ ഇൻ്റർവ്യൂ ഉണ്ട്, എക്സാം പാസ്സായാൽ മാത്രം പോരാ, എക്സാം പാസ്സാവണം, ഇൻ്റർവ്യൂ പാസ്സാവണം, ഗൈഡ് സെലക്ഷൻ നടക്കണം, അതിനുശേഷം മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഞാൻ ആദ്യം മാതാവിനോട് ആ തുടക്കത്തിലൊരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഓരോ മാസത്തിലും മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ഉണ്ടായി. ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച്, ഏപ്രിൽ ആയപ്പോഴത്തേക്ക് എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വിളിച്ചു, റിസർച്ച് അസിസ്റ്റൻറ്റ് പോസ്റ്റിൽ. ഓരോന്നും മാതാവ് എനിക്ക് തരികയാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അത്ര ആഴമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. മാതാവ് എനിക്കത് കിട്ടണം, മാതാവ് എനിക്ക് ഇത് കിട്ടണം. ഞാൻ മാതാവിനോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പിന്നെയാണ് ജൂൺ മാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ പുതുക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടിയിലോട്ട് ആദ്യമായിട്ട് ചൂടെടുത്ത് വെക്കുന്നത്. ഒന്നും അറിയാതെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ മാതാവിനെ സാന്നിധ്യം സമീപിച്ചപ്പോഴത്തേക്കും എനിക്ക് മാതാവിനെ അനുഭവിക്കാൻ തുടങ്ങിയത് ജൂൺ മാസത്തിലാണ്. ഉടമ്പടി പുതുക്കുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ഉടമ്പടിയിലോട്ട് ആകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് ഞാൻ 3 മാസത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അത് വിശ്വാസത്തിലാണോ അതോ എൻ്റെ ഭൗതിക നേട്ടത്തിനാണോ എനിക്കറിയില്ല. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് ഇന്ന കാര്യം വേണം, അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലും ചിന്താഗതിയിലായിരുന്നു ഞാൻ. എപ്പോഴാണോ പുതുക്കിയത് അപ്പോഴാണ് ഞാൻ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ 2ാമത് പുതുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് മാതാവിനെ സ്നേഹിച്ച് മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് കിട്ടണം, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നീട് പുതുക്കുമ്പോഴൊന്നും എൻ്റെ നിയോഗം എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തില്ല. എൻ്റെ ഒരു ഭൗതിക നേട്ടങ്ങൾക്കും ഞാൻ എൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഞാൻ പിന്നീട് വെച്ച എല്ലാ ഫസ്റ്റ് നിയോഗവും മാതാവിൻ്റെ സംരക്ഷണം എനിക്ക് കിട്ടണം, മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടണം, മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റണം എന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതലും മാതാവിനോട് ചോദിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. എൻ്റെ ഭൗതിക നേട്ടം നിങ്ങൾക്ക് മറന്നു, ഞാൻ മാതാവിനോട് ചോദിക്കുന്നത് നിർത്തി. ഞാൻ മാതാവിൻ്റെ പ്രസൻസ് മാത്രമാണ് ഞാൻ മാതാവിനോട് പിന്നീട് ചോദിക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നീട് വീണ്ടും ജൂലൈ മാസമായി. ജൂലൈ മാസത്തിൽ അടുത്ത എക്സാം വന്നു. ആക്ച്വലി ഈ ഒരു CSIR എക്സാം ട്വൈസ് ആയിട്ട്, അതായത് ഒരു വർഷത്തിൽ 2 വട്ടമാണ് നടത്തുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം 3 വട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസത്തെ എക്സാം മാറ്റി വെച്ചിട്ട് 3 വട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. ജൂലൈ മാസമായപ്പോൾ ഞാൻ കുറച്ചുകൂടെ വിശ്വാസത്തിൽ അടിയുറച്ചു. എന്നിട്ട് ഞാൻ ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു മാതാവിനടുത്ത്. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എനിക്ക് ഈ എക്സാം കിട്ടും. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു, കുറേ പഠിച്ചു, എന്തൊക്കെയോ ഞാൻ പഠിക്കുന്നു, എന്തൊക്കെയോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു, പക്ഷെ ഒന്നും എനിക്ക് ഒരു ഫുൾഫിൽമെൻറ്റും കിട്ടുന്നില്ല. പിന്നെ പഠിച്ചു, എഴുതി. അടുത്ത മാസം റിസൾട്ട് വന്നു, ഓഗസ്റ്റ് മാസം ആൻസർ കീ വന്നു, കിട്ടിയില്ല. എനിക്ക് അതുപോലെ ഡിപ്രഷൻ വേറെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, എന്നിട്ടും എന്തുകൊണ്ട് എനിക്കിത് പറ്റുന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു എനിക്ക്. പരാതിയും പരിഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നീടാണ് ഒക്ടോബർ മാസം എത്തുന്നത്, മാതാവിൻ്റെ മാസം. ആ ഒരു മാസം ആക്ച്വലി അത്രയ്ക്കും അത്ഭുതങ്ങൾ എനിക്ക് നടന്നു. ഞാൻ ഇന്നേ വരെ കൃപാസനത്തിൽ ഇങ്ങനെ ജപമാല റാളിയുള്ള കാര്യം ഒന്നും എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഞാൻ തിരക്കിയിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഞാൻ പറയാണ്, ഇങ്ങനെ ജപമാല റാലി ഉണ്ട്, നമ്മളതിനകത്ത് പങ്കെടുക്കണോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ ഉടമ്പടി എടുത്തില്ലേ, നീ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പങ്കെടുക്കാം. അപ്പോൾ അന്നേരം ആ ഒരു ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പം എൻ്റെ മനസ്സെന്ന് പറയുന്നത്, മാതാവ് എനിക്ക് ഒന്നും വേണ്ട, അത് മാത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മാതാവ് എനിക്ക് ഒന്നും വേണ്ട, മാതാവിൻ്റെ സാന്നിധ്യം മാത്രം മതി, മാതാവിൻ്റെ സംരക്ഷണം മാത്രം മതി. എനിക്ക് ഞാൻ മാതാവി എന്ന് വിളിക്കുമ്പം ഏതൊരു ഘട്ടത്തിലും എനിക്ക് എൻ്റെ കൂടെ നീ ഉണ്ടാവണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ നേട്ടം വേണം, ഈ നേട്ടം വേണം, ഞാൻ ഒന്നും മാതാവിനോട് ചോദിക്കുന്നില്ല ആക്ച്വലി. അപ്പം ഞാൻ തന്നെ ആലോചിക്കുന്നത്, എന്തായാലും നമ്മൾ ജപമാല റാലിക്ക് പോവല്ലേ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഭൗതിക നേട്ടങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അവരൊക്കെ പോവല്ലേ, നിനക്കൊരു ആവശ്യം പറയാനില്ലേ? നീ ഇങ്ങനെ സ്റ്റക്കായിട്ട് MSc കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ജോലിയൊന്നും ആയില്ല, ഇങ്ങനെ ഇരിക്കുമല്ലേ, എന്താ ചെയ്യുക, ഒന്നും അറിയില്ല. അപ്പോഴാണ് ജപമാല റാലിക്ക് പോകുന്നത് 25-ാം തീയതി, ഒക്ടോബർ മാസം 25-ാം തീയതി. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ ഈ ഒരു കൊന്തയും എൻ്റെ ഒരു ഫോണും പൈസ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ജപമാല റാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്രയ്ക്കും കാലുവേദന, തലവേദന. എന്നുവെച്ചാൽ അന്ന് ഒരു കുട പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് മഴ നനഞ്ഞു, ഫുള്ള് വെയിൽ കൊണ്ടു, അത്രയും കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ബിലോങ്ങിങ്സും ഇല്ല, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, നടക്കാനോ ഇരിക്കാനോ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ അന്നത്തെ ഒരു ദിവസം എനിക്ക് അത്രയും വേദന. ഞാൻ എത്ര വട്ടം നോക്കുന്ന ആ അർത്തുങ്കൽ പള്ളിയിൽ ബസ്സിൽ പോകാൻ വേണ്ടിയുള്ള റൂട്ടൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പം ഞാനിരുന്ന് ആലോചിക്കുക, മാതാവി ബസ്സിൽ കയറി പോകണോ, എന്നെക്കൊണ്ട് നടക്കാനാവുന്നില്ലല്ലോ, ആ മണ്ണിൻ്റെ ചൂടും വെപ്പും ഒക്കെ എനിക്ക് ഒന്നും പറ്റുന്നില്ല, നടക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറയണേ, മാതാവ് എന്ത് പറ്റി എനിക്ക് എന്തുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല? പക്ഷേ ഞാൻ മാതാവിൻ്റെ ജപമാല റാലിക്ക് വരെ ഞാൻ യോഗിയല്ലേ? ഞാൻ മാതാവിനോട് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുക, മാതാവ് ഇത് എപ്പോൾ തീരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാതാവിനടുത്ത് ഇങ്ങനെ കരയുക. ആക്ച്വലി ഞാൻ നടക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുക, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ മാതാവിനടുത്ത് അത്രേ പറഞ്ഞില്ല. എൻ്റെ കൂടെ ശ്രീജ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇവിടെ ഞാൻ ഇങ്ങനെ നടക്കും. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ആ ചേച്ചിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് ജപമാല ഉച്ചത്തിൽ ചൊല്ലാം, നമ്മൾ പതിയല്ലേ ചൊല്ലി നടക്കുന്നത്, നമ്മൾ ഉച്ചത്തിൽ ചൊല്ലി നടന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, നമുക്ക് ഉച്ചത്തിൽ പറയാം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൊന്ത ഉച്ചത്തിൽ നന്മ നിറഞ്ഞ മറിയമേന്ന് ഉച്ചത്തിൽ ചൊല്ലി നടക്കാൻ തുടങ്ങി. എൻ്റെ മാതാവ് എവിടെ നിന്നാണ് ആ ഒരു ബലം കിട്ടിയെന്ന് അറിയില്ല. അത്രയും നേരം ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് നടന്ന ഞങ്ങൾ പിന്നീട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടും ഭയങ്കര
കാലൊക്കെ എടുത്തു വെക്കാൻ അത്രയും ധൈര്യം. ഉച്ചത്തിൽ പറഞ്ഞ് ഞങ്ങൾ ചൊല്ലി അർത്തുങ്കൽ പള്ളിയിലെത്തി. അർത്തുങ്കൽ പള്ളിയിലെത്തിയപ്പോൾ ഇതുപോലെ സന്തോഷം എനിക്ക് വേറെ ഇല്ല. മീൻസ് എന്തോ ജീവിതത്തിൽ നേടിയ പോലൊരു സന്തോഷമായിരുന്നു എനിക്ക് അന്ന് ഉണ്ടായത്. എൻ്റെ ഭൗതിക നേട്ടങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഒക്ടോബർ മാസത്തിലാണ് രണ്ടാമത് പുതുക്കിയുണ്ടായിരുന്നത്. പിന്നെയാണ് ഡിസംബർ മാസം എത്തിയത്. ഡിസംബർ മാസമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മാസമായിട്ട് എനിക്ക് മാതാവ് തന്നത്. ഡിസംബർ മാസത്തിൽ ഞാൻ മാതാവിനോട് പറയണേ, മാതാവേ, ഞാൻ നിന്നോട് ഫെബ്രുവരി മാസം സാക്ഷ്യം പറയാമെന്ന് രേഖപ്പെടുത്തിയതല്ലേ, പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ ഒന്നും നടന്നിട്ടില്ല. അപ്പം ഞാൻ എന്താണ് ഫെബ്രുവരി മാസം പോയിട്ട് സാക്ഷ്യം പറയാം? ഞാൻ ഒന്നും പറയാനില്ലല്ലോ മാതാവേ, എന്നെ ഇങ്ങനെ നീ എന്താ ഒന്നും ചെയ്തു തരാത്തത്? ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിക്കണം. അപ്പോഴാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് PhDയുടെ എൻട്രൻസ് എക്സാം വിളിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ഫെറിൻ എന്നാണ് പേര്. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ പറയാണ്, എടാ ഞാൻ ഇത്രയും എക്സാംസ് എഴുതി, എന്ന് വെച്ചാൽ PhD എൻട്രൻസ് കയറണം എന്നുണ്ടെങ്കിൽ കുറേ എക്സാംസ് ഉണ്ട്. നാഷണൽ ലെവൽ എക്സാംസ് ആയിട്ടുള്ള CSIR, ICMR, DST, DBT, പിന്നെ UGC നെറ്റ്, അങ്ങനെ കുറേ എക്സാംസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ എഴുതി, ഇതൊക്കെ ഒത്തിരി പൈസയൊക്കെ ചിലവാക്കി അപ്ലൈ ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു, അത്രയും പോയി എഴുതുന്നു, പക്ഷേ കിട്ടുന്നില്ല. എഡ്ജിൽ പോകുന്നുണ്ട്, പക്ഷെ എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ല. അത്രയും പഠിച്ചിട്ട് പോയിട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ അവനോട് ഇതിൻ്റെ വിഷമം പറയണം, ഞാൻ ഇത്രയും എക്സാം എഴുതി ഞാൻ മടുത്തു, എനിക്ക് വയ്യ എക്സാംസ് എഴുതാൻ, ഞാൻ എഴുതുന്നില്ല എക്സാം. ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നു, വെറുതെ എന്തിനും റിസൾട്ട് വരുമ്പോൾ ഏങ്ങി കരയാണ് ദിവസവും. റിസൾട്ട് വരുമ്പോൾ ഏങ്ങി കരയുന്നു. എക്സാംസ് ഇത്രയും എഴുതുന്നുണ്ട്, ഇത്രയും ചിലവാക്കി ദൂരെയൊക്കെ ആയിരിക്കും സെൻറ്റർ, അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ എഴുതുന്നുണ്ട്, പക്ഷെ ക്വാളിഫൈ ആവുന്നില്ല. അപ്പോൾ ഒരു വർഷം, ഈ 2025 എന്ന് പറഞ്ഞ വർഷം ഞാൻ എത്ര എക്സാംസ് എഴുതിയെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് എക്സാംസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാംസ് എഴുതി ക്വാളിഫൈ ആവുന്നില്ല. പിന്നെ അപ്പോൾ ഞാൻ പഠിക്കുന്നങ്ങ് നിർത്തി. എന്തിനാ എത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, റിസൾട്ട് കിട്ടുന്നില്ല, നിർത്തി, എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങ് വിട്ടു. പിന്നെ ആണെങ്കിൽ അവൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻ്റ് ആയി, നോക്കാം, എഴുതി നോക്കാം, എനിക്കൊരു വിശ്വാസം വന്നു, എഴുതി നോക്കാം, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, മാതാവിന് ഇഷ്ടം പോലെ ആവട്ടെ. അത്രയും നാൾ ഞാൻ ഭയങ്കര എനിക്കിത് കിട്ടണം, നേടണം, അങ്ങ് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഞാൻ മാതാവിനങ്ങ് കൊടുത്തു, മാതാവേ, നിനക്ക് ഇത് എനിക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ എനിക്ക് തന്നോ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിത് വേണ്ട. അങ്ങനെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞ, നിനക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ തന്നാൽ മതി. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു. നമ്മളുടെ തൈലവും അതുപോലെ ഈ കാശുരൂപം എവിടെ പോയാലും എൻ്റെ കയ്യിൽ കാണും. ഈവൻ ഞാനൊരു സിനിമാ തിയേറ്ററിൽ പോയാലും എൻ്റെ കയ്യിൽ കാണും. എന്നുവെച്ചാൽ അത്രയ്ക്കും സംരക്ഷണമാണ്. അപ്പം ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. അപ്പം എനിക്ക് അഡ്മിറ്റ് കാർഡ് വന്നപ്പോഴാണ് ഞാനൊരു കാര്യം അറിയുന്നത്, ഡിസംബർ 7-ാം തീയതിയാണ് എൻ്റെ എക്സാം വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ സന്തോഷം എനിക്ക് വേറെയില്ല. മീൻസ് അന്ന് നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞേ, മാതാവ് അഡ്മിറ്റ് കാർഡിൽ ഡിസംബർ 7 ഡേറ്റ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു, അയ്യോ എനിക്കിനി കൃപാസനത്ത് വരാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് മാതാവിനെ വന്ന് കാണാൻ പറ്റത്തില്ലല്ലോ, അങ്ങനത്തെ വിഷമമായിരുന്നു ആദ്യം. പിന്നെയാണ് മനസ്സിലാക്കുന്നത് അഡ്മിറ്റ് കാർഡിൽ മാതാവിൻ്റെ ദിവസമാണല്ലോ എനിക്ക് വന്നിരിക്കുന്നത്. അപ്പം മാതാവ് എനിക്കിത് തരാൻ വേണ്ടി ആയിരിക്കും ആ ഒരു ദിവസം എനിക്ക് തന്നിരിക്കുന്നത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ആദ്യം മാതാവിനോട് പറഞ്ഞു, മാതാവ്, ഈ ഒരു എക്സാം ഞാൻ ക്വാളിഫൈ ആകുവാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂക്കും ഞാൻ ക്വാളിഫൈ ആകണം, എങ്കിൽ മാത്രം എനിക്ക് ഈ ഒരു എക്സാം തന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ എക്സാം എഴുതി തോൽക്കാനോ ജയിക്കാനോ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ 7-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ട്രിവാൻഡ്രത്ത് പോയി എക്സാം എഴുതി. ആ ഒരു ആഴ്ച തന്നെ റിസൾട്ട് വന്നു. ഞാൻ അതിനകത്ത് വിജയിച്ചു. ആദ്യമായിട്ട് ഒരു എക്സാം ഞാൻ വിജയിക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ പഠിച്ചിട്ടില്ല ആക്ച്വലി. മീൻസ് ഞാൻ ഒരു 6 മാസം മാത്രമേ കോച്ചിങ്ങിന് പോയിട്ടുള്ളൂ. പിന്നെ വീട്ടിൽ ഇരുന്നുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അതിലും ഇങ്ങനെ തോൽക്കുന്നത് കാണുമ്പോൾ കണ്ടിന്യൂസ് തോൽവി ആരെയാണെങ്കിലും ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം ഞാനങ്ങ് നിർത്തി. എന്തിനാ ഇത്രയും കിടന്ന് പഠിക്കുന്നത്, വേണ്ട, പഠിക്കണ്ട, അങ്ങനെ ഒരു അവസ്ഥയിലായി. പിന്നെ ഞാൻ എക്സാം പാസ്സായപ്പോൾ അത്രയും സന്തോഷമായി. മാതാവായിട്ട് എനിക്ക് തന്നതാ. ഡിസംബർ 7 എന്ന് പറയുന്നത് മാതാവിൻ്റെ ദിവസമാണ്. മാതാവ് എനിക്ക് തന്നതാ. അപ്പം ഞാൻ അമ്മയോട് റിസൾട്ട് വന്ന് പോയി പറയാം, അമ്മ മാതാവ് എന്നെ ജയിപ്പിച്ചു, അമ്മ നോക്ക് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ റിസൾട്ട് വന്നു. അതിനുശേഷം തീർന്നിട്ടില്ല. അതിനുശേഷം ഇൻ്റർവ്യൂ ഡിസംബർ 13-ാം തീയതിയായിരുന്നു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവർ കൂടുതലും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിസർച്ച്, നമ്മളെന്താണ് BScയിൽ ചെയ്ത പ്രോജക്റ്റ് എന്താണ്, MScയിൽ ചെയ്ത പ്രോജക്റ്റ് എന്താണ്, അതുപോലെ തന്നെ SOP, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്, നിങ്ങൾ ഈ റിസർച്ചിലൂടെ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ചോദിക്കുക.
എനിക്കാണെന്നുണ്ടെങ്കിൽ MSc ഡിസർട്ടേഷനും BSc ഡിസർട്ടേഷനും നല്ല രീതിക്ക് അറിയാം. എന്നുവെച്ചാൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. അത് പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നല്ല രീതിക്ക് പഠിച്ചു. ഞാൻ ചെയ്ത ഇൻറ്റേൺഷിപ്പ് ആണെങ്കിലും എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ മാതാവിനോട് പറയാണ്, മാതാവേ, SOP സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് എനിക്കറിയത്തില്ല, അത് എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഫർദറായിട്ട് എനിക്കറിയില്ല. ആ കാര്യം എനിക്ക് പറയാനും അറിയത്തില്ല മാതാവേ. അത് എൻ്റെ അടുത്ത് ആരും ചോദിക്കരുത്. അവരത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എന്ത് പറയും? എനിക്ക് അറിയത്തില്ല. അപ്പം എൻ്റെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവുള്ളൂ. ഞാൻ മാതാവിനോട് അത്രയും എന്നുവെച്ചാൽ തലേന്ന് ഞാനിരുന്ന് കരയുക. എനിക്കെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത് ചെന്നൈയിലാണ് ഇൻ്റർവ്യൂ വന്നിരിക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് അവിടെ എനിക്ക് പോകണം. അവിടെ പോയി എന്നെ നാണം കെടുത്ത് എന്നെ തിരിച്ചു വരാൻ വേണ്ടി നീ അനുവദിക്കരുത് എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോയപ്പം ആ ഇൻ്റർവ്യൂക്ക് ഞാൻ ഇതുപോലെ എന്നുവെച്ചാൽ അത്രയ്ക്കും ഒരു മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടുകയുണ്ടായി. മീൻസ് ഞാൻ ഈ കൊന്ത അകത്ത് കൊണ്ടുപോയി, പിന്നെ നെറ്റിയിൽ വിശുദ്ധ തൈലം പുരട്ടി, പിന്നെ ഉപ്പൊക്കെ വിതറിയിട്ടാണ് ഞാൻ അകത്തോട്ട് പോകുന്നത്. ഞാൻ അവിടെ പ്രതീക്ഷിച്ചത് ഒരു 2 മാം ഉണ്ടാവണം എന്ന് ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിന് 2 മാമും 2 സാറും ഉണ്ടായിരുന്നത്. അപ്പം അവർ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കങ്ങ് ഭയങ്കര, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പേടിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ടെൻഷൻ എന്ന് വെച്ചാൽ അമ്മാതിരി ടെൻഷനാണ് എനിക്ക്. MSc എക്സാം, അതായത് BSc MSc എക്സാമിൻ്റെ തലേന്നൊക്കെ തലകറങ്ങി വീഴും, ഛർദ്ദിക്കും. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, ഭയങ്കര എക്സാം ഫിയർ, ഇൻ്റർവ്യൂ ഭയങ്കര ഫിയറാണ്. ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറി മിണ്ടാനൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ ഇപ്പം തന്നെ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്തുപോലും എനിക്ക് അറിയത്തില്ല ആക്ച്വലി. എന്ന് വെച്ചാൽ നിർത്താതെ എനിക്കങ്ങനെ പറയാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പം നല്ല സ്റ്റേജ് ഫിയർ ഉള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ അകത്ത് പോയപ്പോഴത്തേക്കും വലിയൊരു മേലെ ഒരു സ്ഥലത്താണ് എന്നെ ഇരുത്തിയത്. സാറുമാരൊക്കെ താഴെ ഇരിക്കുവാണ്. എന്നിട്ട് അവർ എന്നോട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ എന്താ പറയണ്ടേ, പക്ഷെ ഞാൻ അന്ന് ആ ഒരു ഇൻ്റർവ്യൂ പെർഫോം ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ അത്രയും കോൺഫിഡൻസിൽ എൻ്റെ ഇൻട്രൊഡക്ടറി പാട്ട് തന്നെ ഞാൻ അത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും അറിയാം. പക്ഷെ ഞാനിങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഇൻട്രൊഡക്ഷൻ അത്ര അടിപൊളിയായിട്ട് പറയുന്നു. പിന്നെ ഞാൻ എന്താണോ അവർ ചോദിക്കാൻ, എന്നുവെച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ എന്നോട് ചോദിക്കുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും അവരെന്നോട് ചോദിക്കുന്നില്ല. എൻ്റെ MScയും BScയും പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ നല്ല നിർത്തി അവർ ചോദിക്കുന്നതിനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ ഉത്തരം പറയുക. എനിക്ക് തന്നെ തോന്നുക ഞാൻ നല്ല രീതിക്ക് പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിക്ക്. പക്ഷെ പിന്നെ ഞാൻ എന്താണോ ചോദിക്കരുതെന്ന് വിചാരിച്ചത് ആ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒറ്റ ആളും എന്നോടത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് പിള്ളേരുടെ അടുത്തൊക്കെ തിരക്കി, നിങ്ങളുടെ അടുത്തൊക്കെ എന്താ ചോദിച്ചെന്നുള്ളത്. അവരുടെ അടുത്തൊക്കെ കംപ്ലീറ്റ് SOP മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത് ഒറ്റ വാക്ക് പോലും ചോദിച്ചില്ല. എൻ്റെ ബാക്കി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ നല്ല കോൺഫിഡൻറ്റ്. മാതാവ് ഇത്രയ്ക്കും എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. മാതാവിൻ്റെ സാന്നിധ്യത്തിൽ അറിയുന്ന കാര്യങ്ങൾ മാത്രം ഇത്ര വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റി. അറിയാത്ത കാര്യങ്ങൾ ഒരെണ്ണം എന്നോട് ചോദിച്ചുമില്ല. അത്രയ്ക്കും സന്തോഷമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ എനിക്കറിയത്തില്ല, മീൻസ് കുറേ പേർ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എത്ര നല്ല രീതിക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാലും സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് അവർ അഡ്മിഷൻ തരുള്ളൂ. അപ്പം ഞാൻ പുറത്തിറങ്ങി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, മാതാവ് ഇത്രയും ദൂരം വന്നു, എല്ലാം അറ്റൻഡ് ചെയ്തു, ഇനി എങ്ങനെയെങ്കിലും പാസ്സാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ഡിസംബർ 19 ഇതൊക്കെ നടക്കുന്നത് നമ്മളുടെ ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്താണ്. അപ്പോഴത്തേക്കും റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കുകയാണ്, യു ആർ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞു. എനിക്ക് അതുപോലെ സന്തോഷമില്ല. ഞാൻ അമ്മയുടെ അടുത്ത് ഓടിപ്പോയി പറയാം, അമ്മ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. സോ ഇത്രയും ഇത്രയും പരാജയങ്ങൾ കണ്ടിട്ടേ നമുക്ക് പെട്ടെന്ന് ഒരു ജയത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം ഉണ്ടാവത്തില്ലേ. അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് എല്ലായിടത്തും പറയുക. അപ്പം തന്നെ ഡിസംബർ 20 തന്നെ കൃപാസനത്ത് വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞു. തീർന്നിട്ടില്ല, അതിനുശേഷം ഇനി ഗൈഡ് സെലക്ഷൻ ഉണ്ട്. അപ്പോൾ റിസർച്ച് ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു ഗൈഡ് എന്ന് പറയുന്നത് ആ ഒരു റിസർച്ചിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാം. മീൻസ് ഗൈഡ് എന്ന് പറയുന്ന ഒരാൾ നല്ലതുപോലെ നമുക്ക് കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതൊരു 3-4 വർഷത്തിൻ്റെ ഒരു കഠിനാധ്വാനമാണ് ആക്ച്വലി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, മാതാവിക്ക് ഒരു നല്ലൊരു ഗൈഡിനെ കിട്ടണേ. എക്സാം പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി, ഗൈഡ് സെലക്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈ ആവത്തില്ല. ആ ഒരു ഗൈഡ് നമ്മൾ സെലക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കവിടെ PhD ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവി നല്ലൊരു ഗൈഡിനെ കിട്ടണേന്ന്.
ഡിസംബർ 30 നമുക്ക് ഗൈഡിനെ കിട്ടേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതുവരെ എനിക്ക് ഗൈഡ് സെറ്റായിട്ടില്ല. ഞാൻ ഓരോരുത്തരെ വിളിക്കുമ്പോഴും അവർ വേക്കൻസി തീർന്നു, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ പേടിച്ചു, മാധവി ഇത്രയും കടമ്പകൾ കടന്നു വന്നിട്ട് ഗൈഡ് സെലക്ട് ആവാത്ത രീതിയിൽ എനിക്ക് അഡ്മിഷൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. 30 ഞാൻ പറഞ്ഞു, ഇന്ന് ഗൈഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിനി കിട്ടത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, എനിക്ക് മൊത്തത്തിൽ തീർന്നു, എനിക്ക് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ എന്ത് ചെയ്തു, 30 നമുക്ക് ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂ നടന്നപ്പോഴത്തേക്കും 1.5 മണിക്കൂറാണ് ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സാറ് അത്രയ്ക്കും എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിൽ ഏറ്റവും നല്ലൊരു ഗൈഡാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ നേരത്തെ ഗൈഡ് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സാറ് എന്നെ സെലക്ട് ചെയ്തു എന്ന് വെച്ചാൽ അത്രയും സന്തോഷമായിരുന്നു. അതിനുശേഷം ജനുവരി 5 എനിക്കവിടെ അഡ്മിഷൻ കിട്ടി. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു ജോലി എങ്ങനെയെങ്കിലും പോകാം. ഇന്ന് PhD ഒരു കാലയളവിൽ ഞാൻ വേണ്ടാന്ന് വെച്ച് പോയി. മീൻസ് ജോലി ഒന്നും ആവുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാൻ വേണ്ട, എന്തെങ്കിലും കോഴ്സ് പഠിക്കാം, ഓൺലൈൻ കോഴ്സൊക്കെ ഞാൻ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഈ മാതാവ് നമ്മൾ വേണ്ടാന്ന് നീക്കി വെക്കുന്ന കാര്യമാണ് നമുക്ക് തന്നത്. എന്ന് വെച്ചാൽ അത്രയും ഞാൻ സന്തോഷം. ഞാൻ വേണ്ടെന്ന് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ PhD ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് ടൈം ഞാൻ ഒരു റിഗ്രറ്റ് അടിച്ചേനെ. മീൻസ് ഞാൻ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡ് പോയാലും അയ്യോ അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തോ ഞാൻ ഒത്തിരി റിഗ്രറ്റ് അടിച്ചേനെ. പക്ഷേ ഞാൻ വേണ്ടാന്ന് മാറ്റി വെച്ച ഒരു കാര്യം ഈ ഒരു ഡിസംബർ മാസം, ആ ഒറ്റ മാസത്തിൽ എനിക്ക് മാതാവ് തിരിച്ചു തന്നു. നീ ഇത് ചെയ് എന്ന്. എനിക്ക് എക്സാം പാസ്സാക്കി, ഇൻ്റർവ്യൂ പാസ്സാക്കി, ഗൈഡ് സെലക്ഷൻ നടത്തി, അഡ്മിഷൻ. ഇപ്പം ഞാൻ ഇവിടെ ഒരു PhD സ്കോളറായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു പൊസിഷനിൽ PhD സ്കോളറായിട്ട് ഞാൻ ഇവിടെ ഒന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയ്ക്കും മാതാവിനോട് കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്കും സന്തോഷത്തിൽ മീൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനപൂരിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത്, എനിക്ക് എന്താണോ കിട്ടത്തില്ല, നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞ കാര്യം എനിക്ക് കിട്ടി. എനിക്കത് കിട്ടി. എനിക്ക് മാതാവിനടുത്ത് എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത്രയും മാതാവിനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. എനിക്ക് ഈ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞങ്ങൾ പത്രം ഇവിടെ നിന്ന് മേടിച്ചിട്ട് ട്രെയിനിലും ബസ്സിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ പ്രേക്ഷിത പ്രവർത്തനം ഒരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു തമിഴ് പത്രം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തമിഴ് പത്രമായിട്ട് നമുക്കിവിടെ കിട്ടത്തില്ലല്ലോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു കെട്ട് തമിഴ് പത്രം മേടിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ ആ പത്രം വീട്ടിൽ തന്നെ ഇരിക്കുക, ആർക്കും കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. മീൻസ് ഇവിടെ എല്ലാവരും മലയാളീസാണ്. അപ്പം എനിക്ക് തമിഴ് പത്രം കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെയാണ് മനസ്സിലായി നവംബർ മാസമാണ് ഈ പത്രം ഞാൻ മേടിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത് ഡിസംബർ മാസം ഞാൻ തമിഴ്നാട്ടിലാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ പോയപ്പോൾ എനിക്ക് അവിടെ എല്ലാവർക്കും പത്രം കൊടുക്കാൻ വേണ്ടി പറ്റി. എന്നുവെച്ചാൽ ഒരു മാസം മുമ്പേ മാതാവ് പ്രേക്ഷിത പ്രവർത്തനം തമിഴ്നാട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരുക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരാളെ പരിചയപ്പെട്ട്, കൽപ്പന എന്ന് പറയുന്ന ഒരാൾ. അവർ അക്രൈസ്തവരാണ് ആക്ച്വലി. അപ്പം ഞങ്ങൾ അവർക്ക് ഇങ്ങനെ പത്രം കൊടുത്തപ്പോഴത്തേക്കും അവർ ഒന്നും പറഞ്ഞില്ല, കണ്ടിങ്ങനെ നിറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അവർ അക്രൈസ്തവരാണ്. അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഞാനും അമ്മയും കൂടെ കണ്ണ് നിറയുവാണ്. വെച്ചാൽ ഈ ഒരു പത്രം എന്ന് വെച്ചാൽ ഞാൻ എത്രയോ പേർക്ക് പത്രം കൊടുത്തിട്ടുണ്ട്. ചിലർ മനസ്സോടെ മേടിക്കും, ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കൊടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് പത്രം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത പത്രമായിരിക്കും. മീൻസ് അവർ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഈ ഒരു തമിഴ് പത്രം ഇവിടെ നിന്ന് മേടിച്ച് അവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി മാതാവ് വെച്ച പോലായിരുന്നു എനിക്ക്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും നല്ലൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പം ഞങ്ങളുടെ ഇവിടെ ഒരു അനാഥാശ്രയമുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ എൻ്റെ മുന്നിൽ കൈ നീട്ടുന്നവർക്ക് 10 രൂപയാണെങ്കിൽ 10 രൂപ എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ഞാൻ അവർക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കാറുണ്ട്. പിന്നെ ഇത്രയധികം അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കറുകുറ്റി ഇടവക 3-ാം പറമ്പിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സോണി ബിജു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 12 തവണ പുതുക്കി. ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിൽ വരാൻ സാഹചര്യം, ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേദിവസം എനിക്ക് OET എക്സാം എഴുതാൻ ഒരു ഡേറ്റ് എടുക്കാനായിട്ടും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ തലേദിവസം എന്നോട് കുർബാനയ്ക്ക് ചെന്നപ്പോൾ കപ്പ്യാർ പറഞ്ഞു നീ പോയി ഉടമ്പടി എടുക്കുന്നു. അത് കേട്ട
അന്ന് തന്നെ രാത്രി ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ 16, 2022 ഞാൻ പിന്നെ എക്സാം എഴുതിയത് സെപ്റ്റംബർ 24. എല്ലാവരെയും പോലെ ഞാനും വിചാരിച്ചു ഉടമ്പടി എടുത്ത് ഞാൻ പാസ്സാവും, ഇപ്പം തന്നെ ഒക്ടോബറിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഫെയിലായി. പക്ഷേ ഞാൻ 7 തവണ OET എഴുതി, 7 തവണയും ഞാൻ ഫെയിലായി. പക്ഷെ ഒരു തവണ ഫെയിലാകുമ്പോഴും എനിക്ക് ഈ അച്ഛൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിലുണ്ടാവുമായിരുന്നു എനിക്കുള്ള സന്ദേശം. അതുകൊണ്ട് ഉടമ്പടി ധ്യാനത്തിൽ അപ്പം ഞാൻ പിറ്റത്തെ പ്രാവശ്യം അങ്ങനെ എനിക്ക് ഡേറ്റ് എടുക്കാനായിട്ട് എനിക്കതൊരു ധൈര്യമായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യായിരുന്നു. അറിയാലോ, 7 പ്രാവശ്യം ഉടമ്പടി എക്സാം എഴുതുക എന്ന് വെച്ചാൽ അതൊരു 3 വർഷമായി ഞാൻ ഈ കണ്ടിന്യൂസ് ചെയ്ത്. അപ്പോൾ പള്ളിയിലെല്ലാവരും ചോദിച്ചു എന്തായി ആയില്ലേന്ന്. അപ്പോഴും മോളെ ശരിയാവും കേട്ടോ. അപ്പോൾ ഞാനും ശരിയാവും, മോള് കൃപാസനത്തിൽ പോകണില്ലേ, അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതാ, ശരിയാവും. 8ാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എക്സാം എഴുതാൻ വന്നു. അന്ന് സാമ്പത്തികപരമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്, മാല പണയം വെച്ചു. അവസാനത്തെ എക്സാമാണെന്ന് മാതാവിനോട് പറഞ്ഞു, ഇനി പറ്റില്ല, കാരണം ഇനി മുന്നോട്ട് 8 പ്രാവശ്യമായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു മോഡ്യൂളെ പോകുന്നുള്ളൂ, അതും ഇടയ്ക്ക് പോയി എഴുതുമായിരുന്നു. അങ്ങനെയും പോകുന്നുണ്ട് പൈസ, റിവാലുവേഷൻ കൊടുത്തു, അങ്ങനെയും പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ മാറിയില്ല. 1ാമത്തെ ഉടമ്പടി എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് വിട്ടുപോവില്ല എന്ന്. കാരണം ഞാൻ ഈ ഒരാൾ ഈ ഉടമ്പടി എടുത്തിട്ട് ഈ എക്സാം എഴുതിയെന്നുള്ളത് എൻ്റെ പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ തോറ്റു എന്നുള്ളതും ഇടവകക്കാർക്കറിയാം. പക്ഷെ ഞാൻ ജയിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ അതും അച്ഛൻ തന്നെ പറയണ്ടേ. അതുകൊണ്ട് ഞാൻ ഉടമ്പടി തന്നെ പുതുക്കി എക്സാം എഴുതിക്കൊണ്ടിരുന്നു. 8ാമത്തെ പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അന്നത്തെ ദിവസം ഒത്തിരി കരഞ്ഞു കേട്ടോ മാതാവിൻ്റെ അടുത്ത്. കാരണം ഞാൻ ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് 42 വയസ്സായി. ഈ കുട്ടികളുടെ കൂട്ടത്തിലാണ് ഞാനും നിൽക്കണേ. അപ്പോൾ അച്ഛൻ ചോദിച്ചു നീ ഏത് എക്സാം എഴുതണേന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ OET തന്നെ എഴുതണേ. അപ്പോൾ അച്ഛൻ ഏതാണ്? അപ്പോൾ ഞാൻ ഒന്നും കിട്ടിയില്ല അച്ഛ. അങ്ങനെ അല്ലാണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛനെ കണ്ടിട്ടുള്ള ആളെന്ന് കൂട്ടത്തിൽ ഒരാളായിരിക്കും ഞാനും. അത്രയ്ക്ക് അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്ത് വിട്ടു. അന്ന് അച്ഛൻ എന്നോട് താടിക്ക് തട്ടിയിട്ട് സാരില്ല, ആ ഒരു ധൈര്യവും. പിന്നെ ഞാൻ ഉടമ്പടി തൈലം, കാശുരൂപം, ഉപ്പ് അതെൻ്റെ പൗച്ചിലുണ്ടായിരുന്നു. കാശുരൂപം മുറുകെ പിടിച്ചു. ഓരോ എക്സാമിന് ചെന്നപ്പോൾ ചുറ്റും ഉപ്പ് വിതറി. സംരക്ഷണം ചോദിച്ച് ഞാൻ പറഞ്ഞു ഇനിയില്ല, ഇനിയും ഞാൻ തോറ്റാ മറ്റുള്ളവരുടെ മുമ്പിലും ഞാൻ കൃപാസനത്തിൽ പോണ ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും അതൊരു മോശക്കേടാവരുത് പോകുന്നവർ, ആ ഒരു ഇതെനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഇതിൽ തന്നെ ഞാൻ ജയിക്കും. ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്കും കുഴപ്പമില്ല, ഞാൻ ജയിക്കും. അന്ന് എൻ്റെ എക്സാം സ്പീക്കിങ്ങിന് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ലേഡി, എല്ലാവരും മാതാവിൻ്റെ കാശ് രൂപ എടുത്ത് ആ ലേഡി എന്നെ കാണിച്ചു തന്നേ. അതായത് നമ്മൾ എക്സാം എഴുതുന്നവർക്ക് അതൊരു ധൈര്യമാണ്. എന്നോട് എൻ്റെ എക്സാം പാസ്സായി, എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. ആ എക്സാമിനാണ് എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയത് മെയ് മാസം 15-ാം തീയതി. അന്ന് ആ സാറ്റർഡേ തന്നെ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു മോളെ നീ ഇപ്പം സാക്ഷ്യം പറയണ്ട, നിൻ്റെ വിസ വന്നിട്ട് നീ സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ഈ സമയത്ത് എനിക്ക് സാക്ഷ്യം പറയണം, വിസയൊക്കെ പെട്ടെന്ന് വരുമോ എന്നുള്ളൊരിത് എനിക്ക് ഇവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്നു. സമയം ഒത്തിരി വൈകിയെങ്കിലും 3.5 വർഷമായി എനിക്കൊരു ജോലി ഇൻ്റർവ്യൂ കിട്ടി. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് ഒറ്റ പൈസ ആവുന്നില്ല. ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഞാൻ ഓർത്തോ തിയേറ്റർ സ്റ്റാഫ് നേഴ്സാണ്. എനിക്ക് സ്റ്റാഫ് നേഴ്സായിട്ട് തന്നെ ഗാൽവേ ക്ലിനിക്, ബ്ലാക്ക് റോക്ക് എന്ന ഹോസ്പിറ്റൽ അയർലൻഡിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഏജൻസി ഒന്നുമില്ല. എനിക്ക് ഒറ്റ പൈസയും ചിലവാവാണ്ട് എനിക്കൊരു ജോലി തന്ന് എൻ്റെ മാതാവ് ഈശോയെ അനുഗ്രഹിച്ചു. അതെൻ്റെ ഒരു വലിയ സാക്ഷിയാണ്. കാരണം നമ്മൾ ഒത്തിരി വൈകിയാലും നമ്മൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മൾ വൈകിയാലും നമ്മൾ കാത്തിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവിടെ മാതാവ്
അങ്ങനെ വൈകിക്കുന്നതല്ല, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ എക്സാമിന് വേറൊരു കാര്യം, ആദ്യത്തെ എക്സാം സെപ്റ്റംബർ 24, സെപ്റ്റംബർ 25-നാണ് നമ്മുടെ ലോഗോസ് ക്യൂസ്. അത് ഞാൻ എഴുതിയില്ല ആ പ്രാവശ്യം. അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, നീ എന്താ ലോഗോസ് എഴുതാനെന്ന്. അപ്പോൾ ഇത് മറ്റ് പരീക്ഷകൾക്കാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 3 വർഷം ഇത് പാസ്സായില്ലെങ്കിലും ലോഗോസിന് എനിക്ക് നല്ല റാങ്ക് മാർക്ക് കിട്ടുമായിരുന്നു. ഞാൻ ബൈബിള് പഠിച്ച്, കാരണം ഞാൻ ഇതിൽ തോറ്റെന്ന് എല്ലാവരും അറിഞ്ഞാലും ഞാൻ ബൈബിളിൽ തോക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ ബൈബിള് ലോഗോസ് പഠിച്ച് ഞാൻ ഈ 3 വർഷം നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട് എൻ്റെ ഇടവകയിൽ. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, എൻ്റെ എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞു. എനിക്ക് നല്ല ജോലി ഇപ്പോൾ ശരിയായി. ഇപ്പോൾ ഫെബ്രുവരി 25 ഇന്നലെ. പിന്നെ വിസ വരല ഇപ്പോൾ തിരക്കായ എന്തോ ഒരു കറൻ്റ് ഇപ്പോൾ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് എല്ലാവരും 1 മന്താണ് വിസയ്ക്ക് വരുന്നത്. എനിക്ക് അവിടെ ചെന്നിട്ടൊരു എക്സാമും കൂടി ഉണ്ട്, മാർച്ച് 1 മാർച്ച് 7. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുവരുന്നൊരു വാക്യമുണ്ട്, എസ്തേർ 14:14. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമെന്ന് എസ്തേർ ഇതിന് പോയപ്പോൾ പറഞ്ഞതാ. ഒരു വചനം എൻ്റെ നെഞ്ചിൽ എപ്പോഴും കിടക്കും, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമെന്ന്. അത് ഞാൻ എപ്പോഴും ചൊല്ലും. പിന്നെ എനിക്ക് മാർച്ച് 1 എക്സാം. അപ്പോൾ എൻ്റെ വിസ 27-ാം തീയതി ജനുവരിയിൽ കൊടുത്തത്. 1 മന്ത് എടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് 2 വീക്സ് കൊണ്ട് എൻ്റെ വിസ അടിച്ച് കിട്ടി. അത് ഞാൻ വിസയ്ക്ക് പാസ്പോർട്ടും എടുക്കാൻ നേരത്തെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തൈലും ഉപ്പും തേച്ച് കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, പ്രാർത്ഥനാ വിശ്വാസിയാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ തൈലും ഉപ്പും മാതാവും കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് VFSന് തരുന്നത്, അതുകൊണ്ട് ഇതും കൂടി ഇത് ലാസ്റ്റ് കൊടുത്ത് വിട്ടോ, ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കൊണ്ട് എൻ്റെ വിസ അടിച്ചു വന്നു. ഫെബ്രുവരി 25-ന് എൻ്റെ ടിക്കറ്റ് റെഡിയായി. അങ്ങനെ ഞാൻ ഫെബ്രുവരി 25-ന് പോവാണ്. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ പറഞ്ഞത്. അന്ന് തലേദിവസം എനിക്ക് അവിടെ നിന്നൊരു മെയിൽ വന്നു, എൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് മാറ്റി വെച്ചു 1 വീക്കിലോട്ടെന്ന്. അന്ന് എനിക്ക് ഒത്തിരി ഒരു വിഷമം തോന്നി, അയ്യോ എന്നാലും ഇൻ്റർവ്യൂ മാറ്റി വെച്ചു. അന്ന് രാത്രി എൻ്റെ മോനൊരു വയറുവേദന, എൻ്റെ ഇളയ മോനാ വയറുവേദന വന്ന്. അത് ഞങ്ങൾ അന്ന് ചെറിയ വയറുവേദനയായിരിക്കും എന്ന് വിചാരിച്ചു. 2-ാം ദിവസം ഡോക്ടറെ കാണാൻ പോയേ, അവൻ്റെ അപ്പൻഡിക്സ് റപ്ചറായിരുന്നു. 3 ദിവസം അപ്പൻഡിക്സ് റപ്ചറായിട്ടിരുന്നു. അവൻ ഭയങ്കര സിക്കായിരുന്നു. അന്ന് പിന്നെ അറിയണം, എനിക്കന്ന് ഇൻ്റർവ്യൂ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ മോൻ്റെ അവസ്ഥ ഇതാണ് ഈശോയ്ക്കും മാതാവിനറിയായിരുന്നു. അവരതുകൊണ്ടാണ് ആ സമയം നീട്ടിയെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഇത്രയൊക്കെ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനും ഹസ്ബൻഡും കൂടെ എൻ്റെ അടുത്ത് ഭക്ഷണം വെച്ച് നമ്മൾ രാവിലെ പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കായിരുന്നു. അപ്പോൾ ആൾ എന്നോട് ചോദിക്കും, ഇപ്പോഴും ഇന്ന് ചോദിക്കും കേട്ടോ, കാരണം ഞാൻ ഈ 3 വർഷമായിട്ട് എൻ്റെ കൂടെ വരുന്നവരുണ്ടെങ്കിലും അവർ പോയാലും ഞാൻ പോയിട്ടില്ല. ഞാനിവിടെ ഏകദേശം ഇവിടെ എല്ലാ മാസം വരും. 3 വർഷമായിട്ട് എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം മേടിച്ചിട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ട് ഏകദേശം എനിക്ക് എല്ലാ വഴിയൊക്കെ അറിയാം. പിന്നെ അടുത്ത മാസം എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ 25-ാം തീയതി പോകും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ ചോദിച്ചപ്പോൾ ജോയിൻ്റ് ഉടമ്പടി ആക്കാം, എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് കൈമാറാം. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി തുടർന്ന് ചെയ്യാൻ എല്ലാ തന്ന അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകൻ 33:16 വചനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാപിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ. പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. എൻ്റെ പേര് ലിജ. ഞാൻ എറണാകുളം ജില്ലയിലെ പിറം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റ് 18-ാം തീയതി ആയിരുന്നു. ചെറുതും വലുതുമായ നിരവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെ ഈ അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായി. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യമായി എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് നേരത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അത് സംബന്ധിച്ചൊരു കേസ് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം നല്ലൊരു പിഴ ചുമത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതെൻ്റെ മാതാവിൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
ആ കേസ് എങ്ങനെയെങ്കിലും മാറി കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ഓരോ പ്രാവശ്യം കോടതിയിൽ ചെല്ലുമ്പോഴും എനിക്ക് വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും തനിച്ചാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മാതാവ് ഉണ്ടായിരുന്നു. ഈ കാശ് രൂപം ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എൻ്റെ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ഞാനത് ഊരി മാറ്റാറുള്ളൂ. അങ്ങനെ എൻ്റെ മാതാവിൻ്റെ ഈ കാശ് രൂപം പിടിച്ച് ഉപ്പും പിടിച്ച് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. ഓരോ അവധിക്ക് ചെല്ലുമ്പോഴും മാതാവേ ഇതെങ്ങനെയെങ്കിലും, കാരണം വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര രൂപ കേസിൻ്റെ പിഴ വിധിച്ചാലും അത് അടയ്ക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ അവസാനം ഉടമ്പടി എടുത്ത് 3 മാസത്തിന് ശേഷം കറക്റ്റ് എൻ്റെ ആദ്യത്തെ പുതുക്കൽ 11ാമത്തെ മാസം അന്നാണ് എൻ്റെ കേസിൻ്റെ വിധി വന്നത്. അപ്പോൾ യാദൃശ്ചികമായിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ ലേബർ ഓഫീസറൊക്കെ ആയിട്ട് സംസാരിക്കാൻ സാധിക്കുകയും ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസം എന്നുള്ള സമയത്തിൻ്റെ മേൽ അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന മാതാവാണ്. ആ സാറുമായിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയതെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ എൻ്റെ കേസിൻ്റെ വിധി വന്നു. എന്നെയും എൻ്റെ അഡ്വക്കേറ്റിനെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് 1 രൂപ പോലും ഇല്ലാതെ ആ കേസിൽ നിന്നും എനിക്ക് വിധി വന്നു. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഏകദേശം 38 വർഷമായിട്ട്, എൻ്റെ ഹസ്ബൻഡ് അമ്മയാണ്, അമ്മ പറഞ്ഞ് എനിക്ക് അറിവുണ്ട്, 38 വർഷമായിട്ട് ഞങ്ങൾക്ക് വഴി ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ആങ്ങളയുടെ വീടിൻ്റെ മുറ്റത്തുകൂടിയായിരുന്നു ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ചെറിയ 2 വണ്ടിയുണ്ട്, അതൊക്കെ അവിടെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ 38 വർഷവും നടന്നിട്ടും ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഈ ചാച്ചനുമായിട്ടൊന്ന് തെറ്റിപ്പിരിഞ്ഞ് ഞങ്ങൾക്ക് അതുവഴി നടക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ വേറെ വഴി എന്ന് വെച്ചാൽ അങ്ങോട്ടൊന്നുമില്ല. തൊട്ട് ഫ്രണ്ടിലൊക്കെ അമ്മയുടെ ആങ്ങളമാരുടെ സ്ഥലമൊക്കെയാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ എന്നും ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കും. അമ്മ എന്നോട് പറയും, ലിജെ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് നമുക്കൊരു വഴി കിട്ടാൻ വേണ്ടി, വേറെ എന്തിനുമില്ല, ഞങ്ങൾക്കൊന്ന് നടന്നു പോയാൽ മാത്രം മതിയായിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, വേറൊന്നും ചെയ്യാറില്ല, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും 100-150% എനിക്ക് വിശ്വാസമായിരുന്നു ഒരിക്കലും വഴി കിട്ടില്ലായിരുന്നത്. അങ്ങനെ ആ ചെറിയൊരു ധാരണപ്പശകൻ്റെ പേരിൽ വീണ്ടും ചാച്ചനുമായിട്ട് ഇന്ന് സംസാരിക്കുകയും ചാച്ചൻ തന്നെ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇനി എത്ര നാൾ വേണമെങ്കിലും അതിലേ വഴി നടന്നുകൊള്ളാൻ പറഞ്ഞു. അത് എൻ്റെ അമ്മ മാതാവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനിവിടെ ഏറ്റു പറയുന്നു. കാരണം എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാവരോടും ഞാൻ പറയും, ഇപ്പം എല്ലാവരും വരുന്നത് ആ വഴി കൂടിയാണ്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് എൻ്റെ മാതാവ് തന്ന വഴിയാണ്, എൻ്റെ മാതാവ് തന്ന വഴിയാണ്. എന്നെ എല്ലാവരും കളിയാക്കും. ചേച്ചിക്ക് എന്ത് പ്രശ്നം വന്നാലും ചേച്ചി എപ്പോഴും പറയുമല്ലോ മാതാവാണെന്ന്. അങ്ങനെ അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ 3ാമത്തെ സാക്ഷ്യം, ഉടമ്പടി എടുത്തതിന് ശേഷമാണെങ്കിൽ എനിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ആ ജോലിക്കിടയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും നടക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന്. അങ്ങനെ എനിക്ക് ജനുവരി മാസത്തിൽ ഒരു നല്ല ജോലി തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഫീൽഡിലായതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാവിൻ്റെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷിയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ്. 14 വർഷം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായിട്ടും കല്യാണത്തിന് വേണ്ടി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നെയും അമ്മയും പിള്ളേരെയും പള്ളിയിൽ കൊണ്ടേയാക്കും. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും പറയും, പള്ളിയിലൊന്ന് കയറിയിട്ട് പോകണം, കുർബാന സ്വീകരിക്കണം. പക്ഷേ അങ്ങനെയുള്ളൊരു വ്യക്തി ഈ നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം, അത് ഞാൻ എപ്പോഴും പറയും, ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഞായറാഴ്ച കുർബാന പോലും എൻ്റെ ഹസ്ബൻഡ് മുടക്കിയിട്ടില്ല. അതുപോലെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നതിന് ശേഷം. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എത്ര വൈകിയാലും, ചിലപ്പോൾ ചില കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും, ആ 11 മണിക്ക് ശേഷമാണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ വൈകുന്നേരത്തെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് മാത്രമേ കിടക്കാറുള്ളൂ. അത്രയ്ക്ക് വ്യത്യാസമാണ് വന്നത്. അതുപോലെ ഹസ്ബൻഡ് അത്യാവശ്യം, എനിക്ക് പറയുന്നതിന് വിഷമമില്ല, കാരണം ആൾക്കറിയാം അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഫെബ്രുവരി മാസത്തോടുകൂടി കുറച്ചൊക്കെ നിർത്തി. പക്ഷേ എന്നാലും ഇന്ന് ഈ നിമിഷം വരെ, ഈ 1.5 വർഷത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ്
മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല. കാരണം അതുപോലെ എന്തവസരങ്ങൾ വന്നാലും ഒരു പാർട്ടി ആയിക്കോട്ടെ, ഓണായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അങ്ങനെ അതുപോലെ നടന്നിരുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട. കാരണം ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ മനസ്സമാധാനം എന്താണെന്ന് അറിഞ്ഞത് ഈ 1.5 വർഷമാണ്. ഈ 38 വർഷം ഞാൻ ജീവിച്ചത് വെറുതെ ആയിരുന്നു എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. കാരണം ഈശോയെയും മാതാവിനെയും അറിയാതെ ജീവിച്ച ഈ വർഷങ്ങൾ ജീവിച്ചു എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ, എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അച്ഛൻ പറയും പോലെ തന്നെ നമ്മൾ നിയോഗങ്ങളൊന്നും എഴുതി ഇവിടെ ഇടണമെന്നില്ല. നമ്മൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, നമ്മുടെ എന്ത് കാര്യവും മാതാവ് സാധിച്ചു തരും. ഏറ്റവും ചെറിയൊരു കാര്യം പോലും നമുക്ക് മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. കാരണം ഞങ്ങളുടെ പള്ളിയിലുള്ള ഞാൻ കാറ്റലിസം പഠിപ്പിക്കുന്നുണ്ട്. അതും ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയത്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അക്രൈസ്തവയായിരുന്നു. ഞങ്ങളുടെ ഇൻ്റർകാസ്റ്റ് മാരേജാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പള്ളി എന്താണെന്നോ മാതാവിനെ ഈശോയെ എനിക്ക് അറിയാം, അത്രമാത്രം എനിക്ക് അറിയാമുണ്ടായിരുന്നുള്ളൂ. ഒരു ബൈബിൾ വായിക്കാൻ എനിക്കറിയില്ല, വചനം ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പം എനിക്ക് എത്ര വചനങ്ങളാണ് കാണാതെ അറിയാമെന്നറിയാമോ? അതെല്ലാം എനിക്ക് ഓരോ ദിവസവും നമ്മൾ ബൈബിൾ വായിക്കുന്നതിൻ്റെയും ഈ ബൈബിളിലെ വചനങ്ങളുടെ അർത്ഥം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കെൻ്റെ മാതാവ് ഓരോ അവസരത്തിലും ഞാനിങ്ങനെ ബൈബിൾ തുറന്ന് നോക്കും. അപ്പോൾ എനിക്ക് ഓരോരോ നമുക്കുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ കാണിച്ചു തരാറുണ്ട്. അതുപോലെ ചെറിയൊരു നിസ്സാര സംഭവമാണെങ്കിൽ പോലും നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഞങ്ങളുടെ പള്ളിയിൽ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കേട്ടോ. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് അത്രമേൽ മനസ്സിന് ഇതുണ്ട്. അങ്ങനെ ഒരുപാട് നിരവധിയായ അനുഗ്രഹങ്ങൾ. പിന്നെ ഈ മെയ് മാസത്തിൽ മാതാവിൻ്റെ മാസം എനിക്ക് എൻ്റെ മാതാവിനെ എടുക്കാനുള്ള അവസരം കിട്ടി. അത് ഞാൻ ഏറ്റവും വളരെ സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. അതിനുള്ള അവസരവും കിട്ടി. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളൊന്നുമല്ല ജീവിതത്തിൽ. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ഏറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്കും മാതാവിനും അനേകായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ലിഖിത NX. ഞാൻ പെരുമ്പടപ്പ് സാന്താക്രൂസ് ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡാണ്, ആൻ്റണി ജയൻ എന്നാണ് പേര്. ഞങ്ങൾ 2025 ജാനുവരിയിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഹസ്ബൻഡിൻ്റെ ആൻറ്റിയും അങ്കിളുമാണ് ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നതും ഉടമ്പടി എടുപ്പിച്ചതും. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രോഗി സൗഖ്യമായിരുന്നു. ഈ സാക്ഷ്യം എനിക്കൊരു ജോലി വേണം എന്ന് ഹസ്ബൻഡിനൊരു അതിയായ ആഗ്രഹമായിരുന്നു. എപ്പോഴും എന്നോട് പറയും, നീ ഒരു ജോലി വാങ്ങണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. എന്നെ കോച്ചിങ് സെൻറ്ററിലൊക്കെ കൊണ്ടുപോയാക്കും. എനിക്ക് തോന്നുന്നു എറണാകുളത്തുള്ള ഒട്ടുമിക്ക കോച്ചിങ് സെൻറ്ററിലും ഞാൻ കോച്ചിങ്ങിനായിട്ട് പോയിട്ടുണ്ട്, എക്സാം എഴുതിയിട്ടുണ്ട്. പക്ഷേ എക്സാം ഒന്നും എനിക്ക് കിട്ടാറില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ പഠിക്കാറില്ല. വേറൊന്നുമല്ല, എനിക്ക് പഠിക്കാൻ തോന്നാറില്ല. എൻ്റെ ആഗ്രഹം ഇതാണ്. എനിക്ക് മറ്റുള്ളവർക്ക് നന്ദി ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനും രോഗികളെ സന്ദർശിക്കാനും ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ 2 പേരും കൂടി അതൊക്കെ ചെയ്യാറുമുണ്ട്. കാരണം ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ 2 പേരും കൂടി അത് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം കൂടുതൽ സമയം കണ്ടെത്തി പറ്റുന്ന സമയത്തൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി രോഗികളെ ആശ്വസിപ്പിക്കാനും സന്ദർശിക്കാനും ദശാംശം മാറ്റിവെച്ച് കഴിയും വിധ സഹായം ചെയ്യുവാനും കൂടുതൽ സമയം കണ്ടെത്തണം. ഒരു ജോലിയിലോട്ട് പോകണമെന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കുണ്ടായില്ല. അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ആഗ്രഹമല്ലേ, അതിന് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ അഖണ്ഡ ജപമാലയിൽ ഞങ്ങൾ 2 പേരും നിയോഗം എഴുതിയിരുന്നു. 2 പേരും തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ ഞാനും ഇത് തന്നെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ 2 പേരുടെ ആഗ്രഹവും ഒന്ന് ഈക്വലൈസ് ചെയ്ത് പോയി. മാതാവ് ഞങ്ങൾക്കൊരു എന്താണോ ഞങ്ങളുടെ ആഗ്രഹം പോലെ ഒരു ഉത്തരം കണ്ടെത്തി തരണേ, പരിശുദ്ധ അമ്മേ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അഖണ്ഡ ജപമാലയിൽ വളരെ സങ്കടപ്പെട്ടാണ് അത് കൂടി പോയി. അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാനിങ്ങനെ തീരുമാനം എടുക്കണം, എന്ന ഒരു കാര്യം ചെയ്യാം, മനസ്സോടെ ഇഷ്ടമില്ലാതെ പഠിക്കാം, ജോലി വാങ്ങാം എന്നൊക്കെ കരുതി ഞാൻ ബുക്കെടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ മാതാവ് പറയുന്നു,
നീ ബുക്ക് അടച്ചു വെച്ചോ, പഠിക്കണ്ട, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല, അത് നിൻ്റെ ക്ഷേമത്തിനാണ് എന്നൊരു വചനം എനിക്ക് കിട്ടി. അപ്പം ഞാൻ അതിനുശേഷം ഞാനത് പഠിച്ചില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ മുന്നിലോട്ട് അവിടെയുള്ളൊരു പ്രവർത്തകർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളൊരു ആവശ്യം പറയുകയാണ്, മറ്റൊന്നല്ല, ഒരു കാൻഡിഡേറ്റ് ആയിട്ടൊന്ന് സെലക്ട് ചെയ്യുകയാണ്, ഇലക്ഷൻ വരുമല്ലേ, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ ആ സമയത്ത് അവരോടൊന്നും പറഞ്ഞില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കുവാനും ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത്, കൃപാസന മാതാവിൻ്റെ അടുത്ത് അമ്മയെ നേരിട്ട് കാണുന്നത് പോലെ, ഞാൻ ഇവിടെ വന്ന്, ഞാനും ഹസ്ബൻഡും കൂടി തൊട്ട് മുന്നേ വന്ന് നേരിട്ട് കാണുന്ന പോലെ അമ്മയോട് ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം. അങ്ങനെ വന്ന് ചോദിച്ച് തീരുമാനമെടുക്കാറുണ്ടായുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നു. ഞങ്ങളുടെ മനസ്സിൽ അതിന് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ആ മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ ആഗ്രഹവും ഹസ്ബൻഡിൻ്റെ ആഗ്രഹവും സാധിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും നന്മ ചെയ്യാനും ഒരു വഴി തുറന്നു കിട്ടണം. അങ്ങനെ ഞാനപ്പോൾ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ ഇഷ്ടം പോലെയാണ് നിന്നത്, ഒരു വോട്ടിനാണെങ്കിലും എന്നെ വിജയിപ്പിക്കണമെന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പൂർണ്ണമായ വിശ്വാസം അമ്മയുടെ മുന്നിലുണ്ടായിരുന്നു. അങ്ങനെ വോട്ട് എലക്ഷൻ റിസൾട്ട് വന്നു. ഞാൻ ജയിച്ചത്, ഞാനന്ന് പ്രാർത്ഥിച്ചത് ഒരു വോട്ടിനാണെങ്കിലും എന്നെ ജയിപ്പിക്കണമെന്നാണ്. ഞാൻ ജയിച്ചത് 3 വോട്ടിനാണ്. 5 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ 5 കാൻഡിഡേറ്റ്സിൽ ഒരാളായ എന്നെയാണ് കർത്താവ് മുന്നോട്ട് കൊണ്ടുവന്നത്. അതൊരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരിശുദ്ധ അമ്മ വഴി യേശു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ എനിക്ക് തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരുപാട് സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും, ആദ്യമൊക്കെ ഞങ്ങൾ ഹസ്ബൻഡും വൈഫും കൂടി ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, നമ്മൾ എവിടെയാണ് ഞങ്ങൾ ഒരു ഓർഫനേജിൽ പോയി ക്ലാസ് എടുക്കുമായിരുന്നു, എന്നാലും കൂടുതൽ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എവിടെ ചെയ്യും എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഡിവിഷൻ തന്നെ എനിക്ക് തുറന്നു തന്നു. ഒരുപാട് രോഗികളെ സന്ദർശിക്കാനാണേലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാണേലും ഒരുപാട് ഒരു ഡിവിഷൻ തന്നെയാണ് തുറന്നു കിട്ടിയത്. ഇതുവഴി ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹവും സാധിച്ചു കിട്ടുകയാണ് ചെയ്തത്. ഇതിന് ഈശോയ്ക്കും മാതാവിനും എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കൃത്യമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി പത്രം, കൃപാസനത്തിലെ പത്രം മറ്റുള്ളവർക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി സ്കൂട്ടറിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ജപമാല ചൊല്ലുകയും ആഴ്ചയിലെ കുർബാനയ്ക്ക് പോകാറുള്ളൂ, കറക്റ്റായി കുമ്പസാരിക്കുകയും പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾക്ക് ഏതൊരു പ്രതിസന്ധി വന്നാലും അല്ലെങ്കിൽ ഒരു സന്തോഷം വന്നാലും ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് ചോദിച്ചിട്ടേ ഓരോ തീരുമാനം മുന്നോട്ട് പോകാറുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് സാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കാണ് പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുകയാണ്. പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കാറുണ്ട്. മാത്രമല്ല രോഗികളെ സന്ദർശിക്കുവാനും പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഓർഫനേജിൽ പോയി അവിടുത്തെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. ദശാംശം മാറ്റി വെച്ചിട്ട് വിഷമിക്കുന്നവർക്ക് രോഗികൾക്കും മെഡിസിൻ വാങ്ങാൻ കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതം, പ്രാർത്ഥന, നിരന്തരം ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ ആരാധന, ഈ ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ആരാധന എത്ര തിരക്കുണ്ടെങ്കിലും, അത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര തിരക്ക് വന്നാലും രാത്രിയാണേലും അത് കേട്ടിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. അതുപോലെ തന്നെ ഉടമ്പടി ജീവിതത്തിലാണ് ഉടമ്പടിയിലെ പ്രാർത്ഥനകൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പാലിക്കാറുണ്ട്. കറക്റ്റായിട്ട് തന്നെ ഓരോ അനുഭവത്തിലും വന്ന് സാക്ഷ്യം പറയാറുമുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവ് മാധ്യസ്ഥം വഴി നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും